Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ നമ്മൾ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു കണ്ടിന്യൂഷൻ ഓഫ് അപ്പ് മൂവ്. ബട്ട് ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ പോലെ തോന്നാം. പക്ഷെ ഇൻഫാക്ട് ഇതും ഒരു പ്രോപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് റീജിയനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇന്നലെ ഒരു സൈഡ് വേസ് മൊമെന്റത്തിൽ ക്ലോസ് ചെയ്തു. സോ ഇൻഫാക്ട് ഇപ്പോഴും നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഒരു അറൗണ്ട് 50 പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചെറിയ അപ്സൈഡ് അറ്റ്ലീസ്റ്റ് ഒരു 500 വരെയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിന്റെ ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി 500 ഒരു റൗണ്ട് നമ്പർ ആണ്. മാത്രമല്ല പ്രീവിയസ് ഒരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. ഒരു 500 to 530 റീജിയനിൽ മാർക്കറ്റ് റിജക്റ്റഡ് ആവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ അവിടെ ലോങ് പ്ലെയേഴ്സ് കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ഇവിടെയാണ് മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റീപ്പ് ആയിട്ടുള്ള സെൽ ഓഫ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു റെസിസ്റ്റൻസ് അടിക്കാനായിട്ടുള്ള സാധ്യതയെല്ലാം അവിടെ ഉണ്ട്. സോ ഇൻ കേസ് മാർക്കറ്റ് ഡയറക്ട്ലി ഗ്യാപ്പ് ഓപ്പൺ അറൌണ്ട് 500 സോൺ ആണെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോറലെസ് എക്സ്പെക്റ്റഡ് ആണ്. സോ ഇവിടുന്ന് ഫ്രഷ് ലോങ് പൊസിഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് റിസ്കി ആണ് എന്നതാണ് നമ്മുടെ നിഫ്റ്റിയെ പറ്റിയുള്ള അനാലിസിസ്. ആൻഡ് ഇൻ കേസ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ബിലോ 400 ആണെങ്കിൽ പോസിബിളി ഒരു ചെറിയ കറക്ഷൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ലും ഒക്കെ പോസിബിൾ ആണ്. ബട്ട് മേ ബി നാളെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാലും മോസ്റ്റ്ലി ഇതൊരു സൈഡ് വേസ് ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതലും. അറ്റ്ലീസ്റ്റ് ഒരു ഈ ഒരു റേഞ്ച് ഒരു 180 പോയിന്റ്സിന്റെ ആക്ച്വൽ റേഞ്ച് ഉണ്ട്. മാർക്കറ്റ് ഇസ് ആക്ച്വലി സ്ട്രാഡിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടിങ് ഓൺലി ഈ ഒരു ഇത്രയും പോയിന്റ് മൂവ്മെന്റ് മാത്രമേ സ്ട്രാഡിൽ പ്രീമിയം പോലും ഫാക്ടർ ഇൻ ആകുന്നുള്ളൂ. സോ ലെറ്റ് സി. നിഫ്റ്റി ആക്ച്വലി ഇന്ന് എക്സ്പയറി ആണ്. സ്റ്റിൽ പ്രീമിയംസ് ഓൺ ദ ലോവർ സൈഡ്. സോ ഓപ്ഷൻ സെല്ലിംഗ് ഇന്ന് നിഫ്റ്റിയിൽ അത്ര റെക്കമെൻഡഡ് അല്ല. സോ നമുക്ക് എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് എൻറ്റയർ ഡേ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. നമുക്കറിയാം അതിന് മുന്നത്തെ ദിവസം മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് വരികയും ആ അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ 43,800 വാസ് സപ്പോസ് ടു ബി എ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇതൊരു സൈഡ് വേസ് വോളറ്റൈൽ കൺസോൾട്ടേഷൻ ആണ്. ഇത് മോസ്റ്റ് ലൈക്ലി ഇൻ കേസ് ഇത് താഴോട്ട് ബ്രേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് 500 സോൺ റീച്ച് ചെയ്ത് താഴെ പോയില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് ഷോർട്ട് ദ മാർക്കറ്റ്. ഇത് മോസ്റ്റ് ലൈക്ലി ഒരു ഫ്ലാഗ് ആൻഡ് പോൾ സെറ്റപ്പ് കഴിഞ്ഞിട്ട് അപ്സൈഡിലേക്ക് തന്നെ ഇന്നോ നാളത്തെ ദിവസമോ ബ്രേക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ നിങ്ങൾക്ക് പൊസിഷൻ ചെയ്യുന്നത് കുറച്ചും കൂടെ അപ്സൈഡിലേക്ക് വേണം, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിൽ നമുക്കറിയാം സ്പേസ് കുറവാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ അറ്റ്ലീസ്റ്റ് ഒരു അനദർ 200 പോയിന്റ്സിന്റെ മൂവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദെൻ അറൌണ്ട് ഈ ഒരു റൗണ്ട് നമ്പർ 44,000 അവിടെ നിന്ന് നമുക്ക് പിന്നീട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യാം. ബട്ട് കറന്റ് ഈ സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് ഈ ഒരു 500 സോണിന്റെ താഴോട്ട് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സോൺ വരെ നമുക്ക് റീടെസ്റ്റ് ചെയ്യാം. ബട്ട് അല്ലാന്നുണ്ടെങ്കിൽ വി ഷുഡ് കണ്ടിന്യൂ ടു ഹോൾഡ് ബുള്ളിഷ് പൊസിഷൻസ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 900-950 റേഞ്ച് വരെയെങ്കിലും മാർക്കറ്റിൽ ഒരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ഫൈനലി നമുക്ക് FIDA ഡേറ്റ നോക്കാം. ഇന്നലത്തെ ഡേയിലാണെങ്കിൽ കോൾസിന്റെ ഡബിൾ ആയിരുന്നു പുട്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. ബട്ട് ഇന്നലെ ഒരു ബാങ്ക് നിഫ്റ്റി എക്സ്പയറി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ ഡേറ്റ അത്ര റിലയബിൾ അല്ല. മാത്രമല്ല സ്റ്റോക്സിൽ ഇപ്പം കാര്യമായ സെല്ലിംഗ് ഒന്നും കാണുന്നില്ല. ഇൻഫാക്ട് ഫ്യൂച്ചർ OI സ്റ്റിൽ നെഗറ്റീവ് ആണ്. സോ FIDA ഡേറ്റയിൽ ഒരു ചെറിയ സ്ലൈറ്റ് നെഗറ്റിവിറ്റി ഇപ്പോഴും ഉണ്ട്. ബട്ട് ദ തിങ് ഇസ് 44,000 റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി എത്തിയതിനു ശേഷം, അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു 19,500 ടാർഗറ്റ് എത്തിയതിനു ശേഷം മാർക്കറ്റിന്റെ ട്രെൻഡ് ഈ ഷോർട്ട് ടേം ആയിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് ബൗൺസ് സ്റ്റോപ്പ് ആകുമോ ഇല്ലയോ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അണ്ടിൽ ദെൻ ട്രേഡ് സേഫ്. ഗുഡ് ബൈ.